ഹലോ, ഒരു വയ്യാത്ത ഡേ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ടോ. കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട് വേറൊന്നല്ല, വീഡിയോ എടുക്കാനുള്ള ഒരു ഇതിലായിരുന്നില്ല ഞാൻ. കാരണം പനി, തൊണ്ടവേദന, ചുമ എല്ലാം ഉണ്ടായിരുന്നു. പോരാഞ്ഞിട്ട് സൗണ്ട് പോയിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോയായിരുന്നു. പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, അത് കഴിഞ്ഞിട്ട് ക്ലാസ് പോകണം. അങ്ങനെ ഒരു ഡേ ആണ് കിട്ടുന്നത്. രാവിലെ കഴിച്ച് കഴിഞ്ഞിട്ട് മരുന്ന് കഴിക്കാണ്ടായിരുന്നു കേട്ടോ. ഈ സിറപ്പ് എനിക്ക് ഇഷ്ടമല്ല. ഈ സിറപ്പ് എന്നല്ല, ഒരു സിറപ്പ് എനിക്ക് ഇഷ്ടമല്ല. ടാബ്ലറ്റ് ഞാൻ പിന്നെയും കഴിക്കും, പക്ഷേ ഈ കുപ്പി മരുന്നൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. പിന്നെ ചുമ മാറേണ്ടേ, സൗണ്ട് ശരിയാവേണ്ടേ വെച്ചിട്ടാണ് ഞാൻ കഴിക്കണത്. പിന്നെ രാത്രിക്ക് ചുമ നല്ല പോലെ എനിക്കുണ്ട് കേട്ടോ. എനിക്ക് മരുന്ന് കഴിക്കുമ്പോൾ എൻ്റെ ചെറുപ്പമാണ് ഓർമ്മ വരുന്നത്. കാരണം നമുക്ക് ചെറുപ്പത്തൊക്കെ ടാബ്ലറ്റിനൊക്കെ കൂടുതൽ നമുക്ക് ഇങ്ങനത്തെ കുപ്പിമരുന്നാണല്ലോ തരിക. അപ്പോൾ എൻ്റെ അമ്മ കൈയും കാലൊക്കെ പിടിച്ചിരുത്തിയിട്ടൊക്കെയാണ് എനിക്ക് തരിക. ഒരു അംഗത്തിന് ശേഷം കേട്ടോ ഞാൻ മരുന്ന് കുടിക്കുള്ളൂ. അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. പിന്നെ കുടിച്ചതിൻ്റെ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഓറഞ്ചിലും എന്തോ ഒരു മാതിരിയായിരുന്നു. എനിക്ക് ടേസ്റ്റ് ഒന്നും അറിയണ്ടാവില്ല, പനി വന്നതിൻ്റെ തോന്നുന്നു. പിന്നെ എനിക്ക് പനിയൊക്കെ വന്നിട്ട് എൻ്റെ അപ്പോൾ ആരെങ്കിലും വേണം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. പക്ഷേ എനിക്ക് ഹോസ്റ്റലിൽ വന്നപ്പോൾ നല്ല ചേഞ്ചായി. ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ഇതാക്കാമെന്നൊരു മൈൻഡായി. കാരണം ഇവിടെ വന്നു വെച്ചാൽ കുറേ വട്ടം ഛർദി, പനി അങ്ങനെയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ തന്നെ മാനേജ് ചെയ്യട്ടോ ചെയ്തത്. അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകുന്ന ടൈമിൽ തന്നെ ഹെൽത്ത് സെൻ്ററിലേക്ക് ഒന്ന് പോയിട്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണ്ടേ. അപ്പോൾ അത് കൊടുത്തിട്ട് നേരെ ക്ലാസ്സിലേക്ക് പോകാൻ വിചാരിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഇഞ്ചക്ഷൻ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. ബ്ലഡ് എടുക്കുമ്പോൾ ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ചേച്ചി പറയായിരുന്നു, ഇപ്പോൾ ഇനി 2 മണിക്ക് റിസൾട്ട് കിട്ടുള്ളൂ, അപ്പോൾ വന്നാൽ മതി എന്നൊക്കെ. പിന്നെ ഈ ഓൺ വോയിസ് ചെയ്യണതിനെ പാർട്ടായിട്ടാണ് കേട്ടോ. ഇന്നലത്തെ ബാക്കിയാണ് ഇപ്പോൾ ചെയ്യണത്. കാരണം സൗണ്ട് കേട്ടാൽ മനസ്സിലാവും തൊണ്ടവേദന നല്ലപോലെ ഉണ്ട്. എന്നാലും ഞാൻ വീഡിയോ ഇടും, അത് വേറെ കാര്യം. പിന്നെ അങ്ങനെ ക്ലാസ്സിലെത്തിയിട്ടോ. ഞങ്ങൾ പനി, തൊണ്ടവേദനയാണ് പറഞ്ഞിട്ട് ക്ലാസ് കളയുന്നില്ല കേട്ടോ. ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ് കഴിഞ്ഞത് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലോട്ട് വന്നിട്ടോ. 2 മണിക്ക് റിസൾട്ട് അറിയണോണ്ട് തന്നെ കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ബാക്കിലാണ് കേട്ടോ ഹെൽത്ത് സെൻറ്റർ. പിന്നെ അവിടെ നിന്ന് ഒരു 1:45 ആയപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി റിസൾട്ട് വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. 2 മണി ടൈം ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ റിസൾട്ട് മേടിച്ചിട്ടോ. കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. എന്തായാലും ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കണ്ടിട്ടു. അപ്പോൾ ഡോക്ടർ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പോൾ കുറച്ച് ദിവസം ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു 4 ദിവസം ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ട്. പിന്നെ സിറപ്പും കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ആകെയുള്ള മടി എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് കഴിക്കുക എന്ന് പറയുന്നതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണിത് ഡമ്മി. പക്ഷെ എന്തായാലും കഴിച്ചേ പറ്റൂ, നമ്മുടെ മാറേണ്ട അസുഖം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തിയിട്ടോ. വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.